സബ്ഫൈലം ചെലിസിറേറ്റ. ഫൈലം ആർത്രോപോഡയിൽ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സബ്ഫൈലമാണ് സബ്ഫൈലം ചെലിസിറേറ്റ. പലതരത്തിലുള്ള ഓർഗാനിസംസ് ഈ പർട്ടിക്കുലർ സബ്ഫൈലത്തിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. സ്പൈഡേഴ്സ്, സ്കോർപ്പിയോൺസ്, ലിമുലസ്, സീ സ്പൈഡേഴ്സ് ഇതുപോലുള്ള ഓർഗാനിസംസ് ആണ് ടിപ്പിക്കൽ എക്സാമ്പിൾ. അപ്പോൾ ഈ സെഷനിൽ സബ്ഫൈലം ചെലിസിറേറ്റയുടെ സാലിയൻ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷനുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് അതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് നോക്കാം. ഓൾമോസ്റ്റ് അബൌട്ട് 7,000 living species are there in this particular subphylum. Then they exist in different environmental conditions. So this group includes diverse forms of organisms. Then their modern ones are terrestrial organisms, but in the case of their ancestral populations, most of them were aquatic organisms. അപ്പോൾ ഇപ്പോൾ കാണുന്ന മോഡേൺ ആയിട്ടുള്ള ചെലിസിറേറ്റ്സ് മിക്കവാറും ടെറസ്ട്രിയൽ ഫോംസ് ആണ്. പക്ഷേ അവയുടെ ആൻസിസ്ട്രൽ ഫോംസ് എന്ന് പറയുന്നത് പൂർവികന്മാർ അക്വാട്ടിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലായിരുന്നു എക്സിസ്റ്റ് ചെയ്തിരുന്നത്. അവയ്ക്ക് എവല്യൂഷൻ സംഭവിച്ചിട്ടാണ് മോഡേൺ ആയിട്ടുള്ള ടെറസ്ട്രിയൽ ഫോംസ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള ആർത്രോപോഡിൽ നിന്ന് ഉള്ള ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ ആൻറ്റിന എന്ന് പറയുന്ന സ്ട്രക്ചർ കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആണ്. ഒരു സെൻസറി ആയിട്ടുള്ള അപ്പൻഡേജ് ആണ്, ഹെഡ് റീജിയനിൽ കാണുന്ന അപ്പൻഡേജ് ആണ് ആൻറ്റിന എന്ന് പറയുന്നത്. ഈ ആൻറ്റിന എന്ന് പറയുന്ന സെൻസറി അപ്പൻഡേജ് ഇവിടെ ഉണ്ടാവത്തില്ല. അതിന് പകരമായിട്ട് അഡീഷണൽ ആയിട്ടുള്ള സെൻസറി സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ടായിരിക്കും. ഈ പർട്ടിക്കുലർ ഗ്രൂപ്പിന് ചെലിസിറേറ്റ എന്ന് പറയുന്ന പേര് വരാനുള്ള കാരണം this is due to the peculiarity of their first pair of legs. The first pair of legs are termed as chelicerae, singular chelicera. So Cheliceraeta includes organisms having chelicerae as their first pair of legs. അപ്പോൾ ആദ്യത്തെ പെയർ ലെഗ്സ്, ആ ലെഗ്സിന് പറയുന്ന പേരാണ് ചെലിസിറേ, സിംഗുലർ ചെലിസിറ. അപ്പോൾ ഇതുള്ളത് കൊണ്ടാണ് ഈ ഓർഗാനിസംസ് എല്ലാം ചെലിസിറേറ്റ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. ഈ ചെലിസിറയുടെ ഫങ്ഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ദിസ് പർട്ടിക്കുലർ അപ്പൻഡേജ് ഈസ് യൂസ്ഡ് ടു ഹോൾഡ്, ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്യാപ്ചർ പ്രേ ആൻഡ് ഓൾസോ ഫോർ ദ ബ്രേക്കേജ് ഓഫ് ഫുഡ് പാർട്ടിക്കിൾസ്. അപ്പോൾ പ്രേയെ ക്യാപ്ചർ ചെയ്യുക, അതുപോലെ തന്നെ ഹോൾഡ് ചെയ്യുക, അതുപോലെ തന്നെ ഈ പ്രേയെ കാർണിവോറസ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഇതിനകത്ത് വരുന്നത്. ആ പ്രേയെ അതിൻ്റെ ബോഡി പാർട്സിനെ ബ്രേക്ക് ചെയ്ത് സിമ്പിൾ പീസസ് ആക്കി മാറ്റുക. ഇതൊക്കെയാണ് ഈ ചെലിസിറേ എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഗുണം. ഇനി സ്പൈഡേഴ്സ് പോലെയുള്ള ഓർഗാനിസം ആണെങ്കിൽ, പോയിസണസ് ആയിട്ടുള്ള സ്പൈഡേഴ്സ് ആണെങ്കിൽ പോയിസൺ ഫാങ്സ് ആയിട്ട് ഈ ചെലിസിറേ മോഡിഫൈഡ് ആയിരിക്കും. രണ്ടാമത്തെ പെയർ ഓഫ് ലെഗ്സ്, സെക്കൻഡ് പെയർ ഓഫ് ലെഗ്സ് ആർ ടേംഡ് ആസ് പെഡിപാൽപ്സ്. ഈ പെഡിപാൽപ്സ് എന്ന് പറയുന്നത് സ്പൈഡേഴ്സിലൊക്കെ വരുമ്പോഴേക്കിന് അതൊരു സെൻസറി സ്ട്രക്ചറാണ്. അതായത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നുള്ള സ്റ്റിമുലസിനെ റിസീവ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു ആൻറ്റിന ലൈക്ക് സ്ട്രക്ചറായിട്ടാണ് ഈ പെഡിപാൽപ്സ് എന്ന് പറയുന്ന അപ്പൻഡേജസ് വരുന്നത്. ഇനി നമുക്ക് ചെലിസിറേ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ സ്ട്രക്ചർ അപ്പൻഡേജ് അതിൻ്റെ ഒരു പിക്ചർ ഒന്ന് നോക്കി അനലൈസ് ചെയ്യാം. അപ്പോൾ ഇവിടെ സ്പൈഡേഴ്സിൻ്റെ ചെലിസിറയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അവിടെ പോയിസൺ ഫാങ്സ് എൻ്റെ ടെർമിനൽ പോർഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ചെലിസിറ ഉപയോഗിച്ചിട്ട് ആ പോയിസൺ അതിൻ്റെ പ്രേയ്ക്കകത്ത് ഈ ഓർഗാനിസം ഇഞ്ചെക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ആ പ്രേയെ ക്യാപ്ചർ ചെയ്യാനും ഹോൾഡ് ചെയ്യാനും ഒക്കെ ഈ പർട്ടിക്കുലർ സ്ട്രക്ചർ സഹായിക്കും. ഈ 3 തരത്തിലുള്ള ഷേപ്പിലാണ് ചെലിസിറ വരുന്നത്. ആ 3 തരത്തിലുള്ള ഓർഗനൈസേഷനാണ് ഇവിടെ ഡയഗ്രമായിട്ട് കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഒരു നൈഫ് ലൈക്ക് അറേഞ്ച്മെൻ്റ് ആണ്, രണ്ടാമത്തേത് ഒരു സിസർ ലൈക്ക് അറേഞ്ച്മെൻ്റ് ആണ്, മൂന്നാമത്തേതും ഒരു പിൻസർ ലൈക്ക് അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഈ ബേസിക് ആർക്കിടെക്ചറിലാണ് ചെലിസിറേറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ചെലിസിറേറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസത്തിൻ്റെ ബോഡി നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ ബോഡിക്ക് 2 പോർഷൻസ് ആണുള്ളത്. ദ ഫസ്റ്റ് പോർഷൻ ഈസ് ടേംഡ് ആസ് പ്രോസോമ. ഇറ്റ് ഈസ് ദ സിഫലോ
തൊറാസിക് റീജിയൻ, അതായത് സിഫാലിക് റീജിയനും തൊറാസിക് റീജിയനും കൂടെയുള്ള ആ പോർഷനെയാണ് പ്രോസോമ എന്ന് വിളിക്കുന്നത്, ഹെഡും തൊറാക്സും. ഇനി അടുത്ത അബ്ഡോമിനൽ പോർഷനാണ് ഒപ്പിസ്തോസോമ എന്ന് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ സ്പൈഡേഴ്സിൻ്റെ ബോഡി ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പ്രോസോമ എന്ന് പറയുന്നത് സിഫിലോതൊറാക്സ് ആണ്. അതിൻ്റെ ഹെഡും തൊറാക്സും ചേർന്നുണ്ട ആദ്യത്തെ പോർഷനാണ് പ്രോസോമ. ദെൻ ഒപ്പിസ്തോസോമ എന്ന് പറയുന്നത് അബ്ഡോമിനൽ റീജിയൻ ആണ്. ഇനി ഇവിടെ ചെലിസിറേ എന്ന് പറയുന്ന ഫസ്റ്റ് പെയർ ഓഫ് അപ്പൻഡേജസ് സ്പൈഡേഴ്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പെഡിപാൽപ്പ് എന്ന് പറയുന്ന സെക്കൻഡ് പെയർ ഓഫ് അപ്പൻഡേജസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പൈഡറിൻ്റെയും അതുപോലെ തന്നെ സ്കോർപ്പിയോണിൻ്റെയും ബോഡി ഡിവിഷനാണ് കാണുന്നത്, പ്രോസോമയും ഒപ്പിസ്തോസോമയും. ഇനി ഒപ്പിസ്തോസോമ ചിലപ്പോൾ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. രണ്ടായിട്ടാണ് സാധാരണ രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നത്, മീസോസോമ ആൻഡ് മെറ്റാസോമ. സോ ദ ബോഡി ഓഫ് ചെലിസിറേറ്റ്സ്, it is divided into two major portions: prosoma, that is the cephalothoracic region, then opistosoma, that is the abdominal region. The abdominal region again possess divisions called mesosoma and metasoma. Then the classification of Chelicerata. The subphylum Chelicerata is divided into three classes: Merostomata, Arachnida, then Pycnogonida. There are three classes coming under the subphylum Chelicerata. They are Merostomata, Arachnida, then Pycnogonida. Now onwards, we are going to discuss about these three classes in detail. So the first class, that is ക്ലാസ് മീറോസ്റ്റൊമേറ്റ. 4 സ്പീഷീസ് മാത്രമാണ് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. പ്രസൻറ്റ് 4 സ്പീഷീസ് മാത്രമേ ഉള്ളൂ. മറൈൻ ഫോംസ് ആണ് എല്ലാം. അതുപോലെ തന്നെ ബോഡി 2 ഡിവിഷൻസ് ആയിട്ടുണ്ട്, പ്രോസോമ ആൻഡ് ഒപ്പിസ്തോസോമ. ഇപ്പോൾ പ്രോസോമയിൽ 6 പെയർ അപ്പൻഡേജസ് കാണും. ആദ്യത്തെ പെയർ ചെലിസിറേ ആയിരിക്കും. ഒബ്വിയസ് ആയിട്ടും ഈ ഓർഗാനിസത്തിൻ്റെ എല്ലാം ഫസ്റ്റ് പെയർ ഓഫ് അപ്പൻഡേജസ് എന്ന് പറയുന്നത് ചെലിസിറേ എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. ഇനി ബാക്കി റിമൈനിങ് പ്രോസോമയിലുള്ള 5 പെയേഴ്സ് അത് വോക്കിംഗ് ലെഗ്സ് ആണ്. ആ വോക്കിംഗ് ലെഗ്സിനകത്ത് തന്നെ ഫസ്റ്റ് പെയർ പെഡിപാൽപ്പാണ്. അതിന് സെൻസറി ആയിട്ടുള്ള ഫങ്ഷനും കൂടെ ഉണ്ട്. ഇനി ഒപ്പിസ്തോസോമ എന്ന് പറയുന്നതാണ് അബ്ഡോമിനൽ റീജിയൻ. അവിടെയും 6 പെയർ അപ്പൻഡേജസ് എക്സിസ്റ്റ് ചെയ്യും. ഫസ്റ്റ് പെയർ ജെനിറ്റാലിയ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള പേയേഴ്സ് അത് ബുക്ക് ഗിൽസ് ആണ്. അതതിൻ്റെ റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് ആയിട്ടാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വോക്കിംഗ് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി ഇറ്റ് ഈസ് ഡൺ ത്രൂ ദ വോക്കിംഗ് ലെഗ്സ് പ്രസൻറ്റ് ഓൺ ദ പ്രോസോമ. ഒപ്പിസ്തോസോമ അല്ലെങ്കിൽ അബ്ഡോമിൻ റീജിയനിലുള്ള അപ്പൻഡേജസ് എന്ന് പറയുന്നത് ദേ ആർ മെൻ ഫോർ റീപ്രൊഡക്ഷൻ ആൻഡ് റെസ്പിറേഷൻ. ഫസ്റ്റ് പെയർ ജെനിറ്റാലിയ ആയിട്ടാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്, റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറായിട്ട്. ഇനി ബാക്കിയുള്ള റിമൈനിങ് പേയേഴ്സ് ബുക്ക് ഗിൽസ് എന്ന് പറയുന്ന റെസ്പിറേറ്ററി സ്ട്രക്ചറായിട്ട് മോഡിഫൈ ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ എക്സാമ്പിളാണ് ലിമുലസ്. ലിമുലസ് എന്ന് പറയുന്ന ഓർഗാനിസത്തെയാണ് നിങ്ങളിവിടെ കാണുന്നത്. ഹോഴ്സ് ഷൂ ക്രാബ് അല്ലെങ്കിൽ കിങ് ക്രാബ് എന്ന് പറയപ്പെടാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതൊരു ക്രാബൊന്നുമല്ല. ക്രാബ് എന്ന് പറയുന്നത് ആർത്രോപോഡയിൽ തന്നെ മാൻഡിബുലേറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ക്രസ്റ്റേഷ്യ എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുന്ന ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഇത് ചെലിസിറേറ്റ എന്ന് പറയുന്ന സബ്ഫൈലത്തിൽ മീറോസ്റ്റൊമേറ്റ എന്ന് പറയുന്ന ക്ലാസ്സിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന ഓർഗാനിസമാണ്. ഇതിൻ്റെ അഫിനിറ്റി കൂടുതലും സ്പൈഡേഴ്സും സ്കോർപ്പിയോൺസും ഒക്കെ ആയിട്ടാണ്. അരാക്നിഡ്സും അതുപോലെ തന്നെ ട്രൈലോബൈറ്റോമോർഫയ്ക്കകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന ട്രൈലോബൈറ്റ്സ് എന്ന് പറയുന്ന ഓർഗാനിസം, അതുമായിട്ടൊക്കെ റിസംബ്ലൻസ് കാണിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ലിമുലസ് എന്ന് പറയുന്നത്. വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ലിവിങ് ഫോസിൽ. ഇതൊരു ലിവിങ് ഫോസിലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഏകദേശം 400 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ഭൂമിയിൽ ഈ ഓർഗാനിസം എക്സിസ്റ്റ് ചെയ്തിരുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും പഴക്കമുള്ള ഫോസിൽസൊക്കെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഈ ഓർഗാനിസം അന്നത്തെ കാലം തൊട്ട് ഇപ്പോൾ വരെ വലിയ മാറ്റങ്ങളൊന്നും നടക്കാതെ, എവല്യൂഷണറി ട്രാൻസ്ഫോർമേഷൻസ് ഒന്നും നടക്കാതെ തന്നെ എക്സിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മാറ്റങ്ങളൊന്നും നടക്കാതെ, മോഡിഫിക്കേഷൻസിനൊന്നും വിധേയമാകാതെ എക്സിസ്റ്റ് ചെയ്യുന്ന ഓർഗാനിസത്തെയാണ് ലിവിങ് ഫോസിൽ എന്ന് വിളിക്കുന്നത്. ലിവിങ് ഫോസിൽ ഈസ് എനി ഓർഗാനിസം വിച്ച് എക്സിസ്റ്റ് വിത്തൗട്ട് മച്ച് ചേഞ്ച് ഫോർ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഇവിടെ മില്യൺസ് ഓഫ് ഇയേഴ്സ് വലിയ മാറ്റങ്ങളൊന്നും നടക്കാതെ തന്നെ ഈ ഓർഗാനിസം എക്സിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു ലിവിങ് ഫോസിലാണ്. ഒരു ബോട്ടം ഡ്വെല്ലറാണ്. സീയുടെ അതിൻ്റെ ഫ്ലോറിലാണ് സാധാരണ രീതിയിൽ ഈ ഓർഗാനിസത്തിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡോഴ്സോ വെൻട്രലി ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് ഈ ഓർഗാനിസത്തിനുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഈ ഡയഗ്രത്തിൽ കാണുന്നത് ഇതിൻ്റെ വെൻട്രൽ പ്രൊഫൈലാണ്, വെൻട്രൽ റീജിയനാണ്. അപ്പോൾ അവിടെ അപ്പൻഡേജസും അതുപോലുള്ള സ്ട്രക്ചേഴ്സും ഒക്കെ വളരെ വിസിബിൾ ആണ്. മൗത്തിൻ്റെ പൊസിഷൻ വെൻട്രലാണ്. അതുപോലെ തന്നെ 2 ബോഡി ഡിവിഷൻസ് ആണുള്ളത്, പ്രോസോമയും ഒപ്പിസ്റ്റോസോമയും. രണ്ടിനകത്തും 6 pairs ഓഫ് അപ്പൻഡേജസ് എക്സിസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ ഡോഴ്സൽ പ്രൊഫൈൽ ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ഈ ലിമുലസ് എന്ന് പറയുന്ന ഓർഗാനിസം ഹോർഷൂ ക്രാബ് അല്ലെങ്കിൽ കിങ് ക്രാബിൻ്റെ ഡോഴ്സൽ സൈഡാണ് നിങ്ങളിവിടെ കാണുന്നത്. ഒപ്പിസ്റ്റോസോമ, ദെൻ പ്രോസോമ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പ്രോസോമ എന്ന് പറയുന്ന ആ ഫസ്റ്റ് പോർഷനിൽ ഒരു മീഡിയൻ ഐയും 2 ലാറ്ററൽ ഐസും എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് മീഡിയൻ ഐ. ദെൻ 2 ലാറ്ററൽ ഐസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് അതിൻ്റെ വിഷ്വൽ സെൻസറി ഓർഗൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒപ്പിസ്റ്റോസോമയിലേക്ക് പോവുകയാണെങ്കിൽ അബ്ഡോമിനൽ പോർഷനിൽ ലാസ്റ്റ് ഒരു ടെയിൽ പീസ് വരുന്നുണ്ട്. ആ ടെയിൽ പീസിന് പറയുന്ന പേരാണ് ടെൽസൺ. ലാർജ് ടെൽസൺ അറ്റ് ദ പോസ്റ്റീരിയർ എൻഡ് ഓഫ് ദ ബോഡി. അപ്പോൾ ഇത് വളരെ ടേപ്പറിംഗ് ആണ്, സ്ലെൻഡർ ആയിട്ടുള്ള ഒരു ടെയിൽ റൈറ്റ് പോർഷനാണ്. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ടെൽസൺ. ഇനി ഇതിൻ്റെ പ്രോസോമ റീജിയൻ ആൻറ്റീരിയർ പോർഷനെ ഡോഴ്സൽ സൈഡിൽ ഒരു എൻറ്റയർ ഷീൽഡ് കൊണ്ട് കവേർഡ് ആണ്. ആ ഷീൽഡിന് പറയുന്ന പേരാണ് കാരപ്പീസ്. ദ പ്രോസോമ ഓഫ് ദ anterior portion of the body is covered with a shield-like structure. This covering is called as carapace. അപ്പോൾ ആ കവറിങ്ങിന് പറയുന്ന പേരാണ് കാരപ്പീസ്. ഇനി ഇതിൻ്റെ മീസോസോമയിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ലാറ്ററൽ പ്രൊഫൈലിൽ വശങ്ങളിൽ മൂവബിൾ സ്പൈൻസ് എക്സിസ്റ്റ് ചെയ്യും. മൂവബിൾ സ്പൈൻസ് ആർ സീൻ ഓൺ ദ ലാറ്ററൽ സൈഡ്സ് ഓഫ് ദ ഒപ്പിസ്റ്റോസോമ, മോർ സ്പെസിഫിക്കലി ദ മീസോസോമ ഓഫ് ദ ഒപ്പിസ്റ്റോസോമ. ഇപ്പോൾ ഈ ഓർഗാനിസത്തിൻ്റെ പലതരത്തിലുള്ള പിക്ചേഴ്സാണ് ഡോഴ്സൽ സൈഡും വെൻട്രൽ സൈഡും കാണിക്കുന്നത്. ഇത് ഡോഴ്സൽ സൈഡാണ്, വെൻട്രൽ സൈഡ് ഇതാണ്. ഇപ്പോൾ ഈ ഓർഗാനിസത്തിൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ അഫിനിറ്റി കൂടുതലും അരാക്നിഡ്സിനോടും അതുപോലെ തന്നെ ട്രൈലോബൈറ്റ്സിനോടുമാണ്. അതായത് ഇതിനെ ക്രാബ് എന്ന് വിളിക്കുമെന്ന് പറഞ്ഞാലും ഈവൻ ദോ ഇറ്റ് ഈസ് കോൾഡ് ആസ് കിങ് ക്രാബ്, ഹോർഷൂ ക്രാബ്, it is more closely related to arachnids and trilobites than crabs. അപ്പോൾ ക്രാബ്സ് എന്ന് പറയുന്നത് ക്രസ്റ്റേഷ്യൻ ആണ്. അത് മാൻഡിബുലേറ്റ എന്ന് പറയുന്ന പർട്ടിക്കുലർ ഗ്രൂപ്പിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇത് ചെലിസറേറ്റ എന്ന് പറയുന്ന സബ് ഫൈലത്തിലാണ് വരുന്നത്. അതിനകത്ത് തന്നെ മീറോസ്റ്റോമേറ്റ എന്ന് പറയുന്ന പർട്ടിക്കുലർ ക്ലാസ്സിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അഫിനിറ്റി കൂടുതലും സ്പൈഡേഴ്സ്, സ്കോർപ്പിയോൺസ് അതുപോലെ തന്നെ ട്രൈലോബൈറ്റ്സുമായിട്ടായിരിക്കും. ഇനി അടുത്ത ക്ലാസ്സാണ് അരാക്നിഡ. അപ്പോൾ ഇതിനകത്ത് വരുന്നത് സ്കോർപ്പിയോൺസും അതുപോലെ തന്നെ സ്പൈഡേഴ്സുമാണ്. അരാക്നോഫോബിയ എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ദ ഫോബിയ ഓഫ് സ്പൈഡേഴ്സ് ഈസ് ടേംഡ് ആസ് അരാക്നോഫോബിയ. അപ്പോൾ അരാക്നിഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് 2 മേജർ കാറ്റഗറീസ് ആണ് വരുന്നത്, സ്പൈഡേഴ്സും സ്കോർപ്പിയോൺസും. ടെറസ്ട്രിയൽ ഓർഗാനിസംസ് ആണ്. ഏകദേശം 700 സ്പീഷീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാം കാർണിവോറസ് ഓർഗാനിസംസ് ആണ്, പ്രെഡേറ്റേഴ്സ് ആണ്. അതായത് പ്രേയെ ക്യാപ്ചർ ചെയ്ത് ആ ഫൈറ്റിലൂടെ അവരെ കൊന്ന് തിന്നുന്ന ടൈപ്പ് ഓർഗാനിസംസ് ആണ്, പ്രെഡേറ്റേഴ്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രെഡേറ്റർ സ്ട്രാറ്റജീസും അവർക്ക് ഉണ്ടായിരിക്കും. ആ പോയിസൺ ഫാങ്സും അതുപോലുള്ള സ്ട്രക്ചേഴ്സും ഒക്കെ അവരുടെ അഡാപ്റ്റേഷൻസ് ആയിട്ട് ഉണ്ടായിരിക്കും. ദേ ആർ ഫ്ലൂയിഡ് ഫീഡേഴ്സ്.
അപ്പോൾ അവർ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ അവരുടെ പ്രേ എന്ന് പറയുന്നത് സോളിഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ പോലും അവർ ഫ്ലൂയിഡ് ഫീഡേഴ്സ് ആണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള എൻസൈംസിനെ വൺസ് ഈ ഓർഗാനിസത്തിനെ അവരുടെ പ്രേയെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബോഡിക്കുള്ളിലേക്ക് അല്ലെങ്കിൽ ബോഡിയുടെ സർഫസിലേക്ക് റിലീസ് ചെയ്യും. മൗത്തിൽ നിന്ന് ഇതുപോലുള്ള കെമിക്കൽസ് റിലീസ്ഡ് ആവും. അപ്പോൾ അങ്ങനെ കെമിക്കൽസ് റിലീസ്ഡ് ആകുമ്പോഴേക്കിന് ഹാർഡായിട്ടുള്ള ബോഡി പാർട്സ്, പ്രേയുടെ ഹാർഡായിട്ടുള്ള ബോഡി പാർട്സ് സോഫ്റ്റായിട്ട് മാറുകയും അങ്ങനെയുള്ള ഒരു ഫ്ലൂയിഡ് രൂപത്തിലാണ് ഇവ ഫുഡ് എടുക്കുന്നത്. ഇപ്പോൾ ഫ്ലൂയിഡ് ഫീഡേഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് അരാക്നിഡ്സ് വരുന്നത്. ബോഡിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രോസോമയും ഒഫിസ്തോസോമയും. പ്രോസോമയിൽ 6 pairs ഓഫ് അപ്പൻഡേജസ് ആർ ദെയർ. ആദ്യത്തെ ഫസ്റ്റ് പെയർ അത് ചെലിസിറയാണ്. ഇനി രണ്ടാമത്തെ പെയർ എന്ന് പറയുന്നത് പെഡിപ്പാൽസ് ആണ്. അപ്പോൾ ഒരു പെയർ ചെലിസിറ, ഒരു പെയർ പെഡിപ്പാൽസ്, പിന്നെ ബാക്കി റിമൈനിങ് 4 pairs വാക്കിംഗ് ലെഗ്സ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒപ്പിസ്തോസോമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ അപ്പൻഡേജസ് ഒന്നും കാണത്തില്ല. അപ്പോൾ പ്രോസോമ റീജിയനിൽ തന്നെയാണ് ഇതിൻ്റെ അപ്പൻഡേജസ് എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നത്. എപ്പിസ്തോസോമ എന്ന് പറയുന്ന റീജിയനെ ഫർദറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, മീസോസോമ ആൻഡ് മെറ്റാസോമ. ഇതിൻ്റെ റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ബുക്ക് ലങ്സ് അല്ലെങ്കിൽ ട്രക്കിയ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ ഫോർ ദ റെസ്പിറേഷൻ ദേ യൂസ് ഐദർ ബുക്ക് ലങ്സ് ഓർ ട്രക്കിയ ഓർ ബോത്ത്. ദേ റിലീസ് ഡൈജസ്റ്റീവ് എൻസൈംസ് ഓൺ പ്രേ. അപ്പം പ്രെഡേറ്റേഴ്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അപ്പോൾ പ്രേയെ ക്യാപ്ചർ ചെയ്ത് കഴിയുമ്പോഴേക്കിന്, ചെലിസിറയൊക്കെ ഉപയോഗിച്ചിട്ട് ക്യാപ്ചർ ചെയ്ത് കഴിയുമ്പോഴേക്കിന് മൗത്തിൽ നിന്ന് ഡൈജസ്റ്റീവ് എൻസൈംസ് റിലീസ്ഡ് ആവും. ഇപ്പോൾ പ്രേയുടെ ടിഷ്യൂ, ബോഡി പാർട്സ് ഈ ഡൈജസ്റ്റീവ് എൻസൈമായിട്ട് റിയാക്ട് ചെയ്ത് കെമിക്കൽ റിയാക്ഷൻ നടന്ന് അത് സോഫ്റ്റായിട്ട് മാറും. പിന്നീട് അത് മൗത്തിലൂടെ ഈ ഫ്ലൂയിഡ് രൂപത്തിലുള്ള ഫുഡിനെ അത് ഇൻജസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഫ്ലൂയിഡ് ഫീഡേഴ്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് സ്പൈഡേഴ്സ് അല്ലെങ്കിൽ അരാക്നിഡ്സ്. ക്ലാസ് അരാക്നിഡയ്ക്ക് എക്സാമ്പിളാണ് സ്കോർപിയോൺ. പാലംനിയസ് എന്ന് പറയുന്ന ഒരു ജനറയാണ് സാധാരണ രീതിയിൽ ഇന്ത്യയിലൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒരു ടെറസ്ട്രിയൽ ഫോമാണ്, നൊക്ടേണൽ ഓർഗാനിസമാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ലൈക്സ് ടു സ്റ്റേ ആക്റ്റീവ് ഡ്യൂറിങ് നൈറ്റ്. അതായത് അതിൻ്റെ ഫീഡിങ്, ബ്രീഡിങ് ഇതുപോലുള്ള ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നത് നൈറ്റിലാണ്. ഇതൊരു പ്രെഡേറ്ററി ആയിട്ടുള്ള ഓർഗാനിസമാണ്, കാർണിവോറസ് ഓർഗാനിസമാണ്. അതായത് മെയിനായിട്ട് ഇതിൻ്റെ ഫുഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇൻസെക്ട്സ് ഒക്കെയാണ്. ഹാർഡായിട്ടുള്ള കൈറ്റിനസ് എക്സോസ്കെലറ്റൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ബോഡി വളരെ ഹാർഡായിട്ട് വരാനുള്ള കാരണം ഈ പ്രൊട്ടക്റ്റീവ് കവറിങ്ങിൻ്റെ എക്സിസ്റ്റൻസ് ആണ്. പിന്നെ ഇതിൻ്റെ റെസ്പിറേഷൻ നടക്കുന്നത് ബുക്ക് ലങ്സ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ബോഡിയെ 2 ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദ ആൻറ്റീരിയർ പോർഷൻ വിച്ച് പൊസസ് ദ ഹെഡ് റീജിയൻ, ഇറ്റ് ഈസ് കോൾഡ് പ്രോസോമ. ദെൻ അബ്ഡോമിനൽ റീജിയൻ ഈസ് കോൾഡ് ഒപ്പിസ്തോസോമ. ഇപ്പോൾ ഇവിടെ സ്കോർപിയോണിൻ്റെ ഡയഗ്രാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് ആൻറ്റീരിയർ പോർഷൻ, ഹെഡ്, തൊറാക്സ് റീജിയൻ ഒക്കെയാണ് പ്രോസോമ എന്ന് പറയുന്നത്. ബാക്കിയുള്ള അബ്ഡോമിനൽ പോർഷനാണ് ഒപ്പിസ്തോസോമ. ഇനി ഒപ്പിസ്തോസോമ, മീസോസോമ, മെറ്റാസോമ എന്ന് 2 ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ പോർഷനാണ് മീസോസോമ, ദെൻ ഏറ്റവും ടെർമിനൽ പോർഷനാണ് മെറ്റാസോമ. സ്കോർപിയോൺസിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് അനലൈസ് ചെയ്യാം. ഇവയ്ക്ക് ഒരു പെയർ മീഡിയൻ ഐസ് ഉണ്ട്. ഇപ്പോൾ മീഡിയൻ ഐ ഇവിടെ കാണാൻ സാധിക്കും, ഒരു പെയർ ഉണ്ട്. ഇതാണ് മീഡിയൻ ഐസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ 2 to 5 pairs ലാറ്ററൽ ഐസ് എക്സിസ്റ്റ് ചെയ്യും. അതായത് 2 സൈഡിലും ലാറ്ററൽ ഐസ് എന്ന് പറയുന്ന ഐസ് ഉണ്ടായിരിക്കും. പിന്നെയുള്ളത് പ്രോസോമ റീജിയനിലുള്ള അപ്പൻഡേജസ് ആണ്. പ്രോസോമ പൊസസ് 6 pairs ഓഫ് അപ്പൻഡേജസ്. 6 pairs അപ്പൻഡേജസ് ഉണ്ടായിരിക്കും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് ചെലിസറേറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് വരുന്നത്, സബ്ഫൈലത്തിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പെയർ ചെലിസറ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ചെലിസറ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് ചെലിസറ എന്ന് പറയുന്ന സ്ട്രക്ചർ. ഓൾറെഡി അതിൻ്റെ ഫങ്ഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഫുഡിനെ മൗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെലിസറ ഉപയോഗിക്കുന്നത്. പിന്നെയുള്ളത് ഒരു പെയർ പെഡിപാൽപ്സ് ആണ്. ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് സ്കോർപിയോണിന് എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്കോർപിയോണിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അതിന് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഈ പെഡിപാൽപ്സ് എന്ന് പറയുന്ന അപ്പൻഡേജസ് ആണ്. പെഡിപാൽപ്സിൻ്റെ അറ്റത്താണ് സ്പിൻസർ ലൈക്ക് അപ്പാർട്ടസ് ഉള്ളത്. അത് ഉപയോഗിച്ചിട്ടാണ് അത്
അതിൻ്റെ പ്രേയെ ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ ഒരു പെയർ പെഡിപാൽപ്സ്, അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പെഡിപാൽപ്സ്. പിന്നെയുള്ളത് 4 pairs ഓഫ് വാക്കിംഗ് ലെഗ്സ്, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് 4 പെയർ 1 2 3 4 4 പെയർ വാക്കിംഗ് ലെഗ്സ് എക്സിസ്റ്റ് ചെയ്യും. ഒരു പ്രെഡേറ്ററി ആയിട്ടുള്ള ഓർഗാനിസമാണ് സ്കോർപിയോൺ. ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രേ എന്ന് പറയുന്നത് ഇൻസെക്ട്സ്, സ്പൈഡേഴ്സ്, സെൻറ്റിപ്പിഡ്സ്, പിന്നെ മറ്റുള്ള സ്കോർപിയോൺസ് ഒക്കെയാണ്. വളരെ വലിപ്പം കൂടിയ സ്കോർപിയോൺസ് ഒക്കെ കുറച്ചുകൂടെ വലിപ്പമുള്ള ഓർഗാനിസംസിനെയൊക്കെ ക്യാപ്ചർ ചെയ്ത് തിന്നാറുണ്ട്. അതിനകത്ത് ലിസാർഡ്സും ചെറിയ മാമൽസും ഒക്കെ വരും. ഈവൻ സ്നേക്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആവും. ദേ ക്യാപ്ചർ പ്രേ ബൈ ദ ഹെൽപ്പ് ഓഫ് പെഡിപാൽപ്സ് ആൻഡ് സ്റ്റിങ്ങിങ് ഓർഗൻ. അതായത് ഇതിൻ്റെ ടെയിലിൻ്റെ ടിപ്പിൽ ഒരു സ്റ്റിങ്ങിങ് ഓർഗൻ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് അത് വെനം സെക്രീറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറാണ്. വെനം ഗ്ലാൻഡ് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് സ്റ്റിങ് ചെയ്തും അതുപോലെ തന്നെ ഈ പെഡിപാൽപ്സ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ പിൻസർ ലൈക്ക് അപ്പാർട്ടസ് ഉപയോഗിച്ചിട്ട് ക്യാപ്ചർ ചെയ്തുമാണ് ഇത് പ്രേയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്കോർപിയോൺസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ദേ ആർ ഓവോ വിവിപാരസ്. സാധാരണ ആർത്രോപോഡ്സ് എല്ലാം എഗ് ലേയിങ് ടൈപ്പാണ്, അതായത് ഓവിപാരസ് ആണ്. ഇവിടെ ഓവോ വിവിപാരിറ്റി എന്ന് പറഞ്ഞാൽ ഇവയുടെ ഫീമെയിലിൻ്റെ ഉള്ളിൽ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് ഡെവലപ്പ് ചെയ്ത് അത് അവിടെ തന്നെ ബോഡിക്കുള്ളിൽ വെച്ച് തന്നെ ഹാച്ച് ചെയ്ത് അങ്ങനെ ഉണ്ടാകുന്ന യങ് വൺസ് ആണ് പിന്നീട് പുറത്തേക്ക് വരുന്നത്. അതായത് പുറത്തേക്ക് അത് മുട്ടയിട്ടിട്ട് ആ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയല്ല ചെയ്യുന്നത്, ബോഡിക്കുള്ളിൽ വെച്ചിട്ടാണ് എഗ്ഗ് ഹാച്ച് ചെയ്യുന്നത്. ഈ കണ്ടീഷനെയാണ് ഓവോ വിവിപാരിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ യങ് വൺസിന് പറയുന്ന പേരാണ് സ്കോപ്ലിങ്സ്. ഈ സ്കോപ്ലിങ്സ് ഉണ്ടായാൽ ഉടനെ തന്നെ ഇവർ പുറത്തേക്ക് വരുമ്പോൾ തന്നെ അമ്മയുടെ ശരീരത്തിൽ ഇങ്ങനെ ക്ലിങ് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യും, ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ. അതിൻ്റെ ഫസ്റ്റ് മോൾട്ടിങ് പീരീഡ് വരെ ഇങ്ങനെ മദറിൻ്റെ ബോഡിയിൽ അറ്റാച്ച് ചെയ്താണ് അവ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇത് ട്രൂ ഡെലിവറി എന്ന് പറയുന്ന കാറ്റഗറി അല്ല. അതായത് പ്ലാസെൻ്റൽ മാമൽസ് ഒക്കെ എക്സിബിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹയർ ഓർഡർ വെർട്ടിബ്രേറ്റ്സ് ഒക്കെ എക്സിബിറ്റ് ചെയ്യുന്ന ഡെലിവറി അല്ലെങ്കിൽ പ്രസവം അല്ല. ജസ്റ്റ് എഗ്ഗ് ഹാച്ച് ചെയ്യുന്നത് ഫീമെയിലിൻ്റെ ബോഡിക്കുള്ളിൽ വെച്ചാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ക്ലാസ് ആണ് പിഗ്നോഗോണിഡ. ഇതിനകത്ത് വരുന്നത് സീ സ്പൈഡേഴ്സ് ആണ്. ഏകദേശം 100 സ്പീഷീസോളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്ലെൻഡർ, ദേ പൊസസ് എ സ്ലെൻഡർ ബോഡി ദാൻ അരാക്കിനിഡ്സ്. ഇപ്പോൾ അരാക്കിനിഡ്സിനെ അപേക്ഷിച്ച് വളരെ സ്ലെൻഡർ ആയിട്ടുള്ള ഒരു ബോഡിയാണ്. സെൻട്രൽ ബോഡി മാസ് എന്ന് പറയുന്നത് വളരെ കുറവും, ബാക്കി അതിൻ്റെ ലെഗ്സ് എന്ന് പറയുന്നത്, അപ്പൻഡേജസ് എന്ന് പറയുന്നത് വളരെ ലെങ്തിയും സ്ലെൻഡറും ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ലോങ് അപ്പൻഡേജസ്, ദേ പൊസസ് ലോങ് അപ്പൻഡേജസ്. ദേ ആർ ഓൾസോ കാർണിവോറസ് ജസ്റ്റ് ലൈക്ക് അരാക്കിനിഡ്സ്. അപ്പോൾ ഇവയുടെ പ്രത്യേകത ട്യൂബുലാർ ആയിട്ടുള്ളൊരു ഹാർട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. എക്സ്ക്രീറ്ററി ഓർഗനും റെസ്പിറേറ്ററി ഓർഗൻസും കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആണ്. അപ്പോൾ ജനറൽ ബോഡി സർഫസ് ആണ് ഇതിനു വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നത്. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഒന്നും ഇല്ല. ഇപ്പോൾ ബോഡിയെ പല പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ് റീജിയണിൽ 4 സെഗ്മെൻറ്റ്സ് ഉണ്ട്. ട്രങ്ക് എന്ന് പറയുന്ന പോർഷൻ ഉണ്ട്, അതിനകത്ത് 3 സെഗ്മെൻറ്റ്സ് ആണ് വരുന്നത്. അബ്ഡോമൻ വെസ്റ്റീജിയലാണ്, ദാറ്റ് മീൻസ് ദർ ഈസ് നോ ഡിമാർക്കേഷൻ ഓഫ് അബ്ഡോമൻ ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ ബോഡി. അപ്പോൾ അതായത് ഒരു യുണീക്ക്നെസ് അബ്ഡോമിനൽ റീജിയണിൽ കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ നോൺ ഫങ്ഷണൽ അല്ലെങ്കിൽ നോൺ പെക്യുലർ ആയിട്ടുള്ള അബ്ഡോമിനൽ റീജിയൻ, വെസ്റ്റീജിയൽ ആയിട്ടുള്ള അബ്ഡോമിനൽ റീജിയൻ ആണ് വരുന്നത്. ഹെഡിലുള്ള അപ്പൻഡേജസ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പെയർ, ആദ്യത്തെ പെയർ എന്ന് പറയുന്നത് ചെലിസിറയാണ്, രണ്ടാമത്തെ പെയർ പെഡിപാൽപ്സ് ആണ്. ചെലിസിറെ ഫുഡ് ക്യാപ്ചറിനും പ്രേയെ ക്യാപ്ചറിനും അതുപോലെ തന്നെ ഫുഡിനെ ബ്രേക്ക് ചെയ്യാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇനി പെഡിപാൽപ്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ സെൻസറി ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഇനി ഇത് കൂടാതെ ഒരു പെയർ ഓവിഗറസ് ലെഗ്സ് എന്ന് പറയുന്ന സ്പെഷ്യൽ ടൈപ്പ് ലെഗ്സ് ഉണ്ട്, ഓവിഗറസ് ലെഗ്സ്. അപ്പോൾ ഇവിടെ മെയിൽസിൻ്റെ പ്രത്യേകത, ഫീമെയിൽസ് ഡിപ്പോസിറ്റ് ചെയ്യുന്ന എഗ്സിനെ മെയിൽസ് ഇങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ട് നടക്കും. അതായത് പേരൻ്റൽ കെയറിൻ്റെ ഒരു ഭാഗമാണ്. അതായത് എഗ്ഗ് ബ്രൂഡിങ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത് എന്ന് പറയുന്നത് മെയിൽസാണ്. അപ്പോൾ പേരൻ്റൽ കെയറിൽ വലിയൊരു റോള് ആർക്കുണ്ട്? മെയിൽസിനുണ്ട്. അപ്പോൾ ഈ മെയിൽസ് ഫീമെയിൽസ് ലേ ചെയ്യുന്ന എഗ്സിനെ ക്യാരി ചെയ്യുന്നത് ഈ ഓവിഗറസ് ലെഗ്സ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ഇത് കൂടാതെ ഒരു പെയർ വാക്കിംഗ് ലെഗ്സും കാണാൻ സാധിക്കും. ഒരു സീ സ്പൈഡറിൻ്റെ ഹെഡ് റീജിയണിലുള്ള
അപ്പൻഡേജസ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. ചെലിസിറെ കാണാം, പിന്നെ പെഡിപാൽപ്സ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഇത് കഴിഞ്ഞ് വരുന്നതാണ് ഓവിഗറസ് ലെഗ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കളറേഷൻ കൊടുത്തിരിക്കുന്നതാണ് ഓവിഗറസ് ലെഗ്സ്. അപ്പോൾ ദിസ് ലെഗ്സ് ആർ യൂസ്ഡ് ബൈ മെയിൽസ് ഫോർ ബ്രൂഡിങ് എഗ്സ്. അപ്പോൾ എഗ്സിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലെഗ്സ് ഉപയോഗിക്കുന്നത്. ഒരു പേരൻ്റൽ കെയറിൻ്റെ ഭാഗമാണ്. എക്സാമ്പിളാണ് നിംഫൺ. അപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സീ സ്പൈഡർ വെറൈറ്റിയാണ് നിംഫൺ. അതിൻ്റെ സെൻട്രൽ ബോഡി മാസ് എന്ന് പറയുന്നത് വളരെ തിൻ പ്രൊഫൈലായിരിക്കും. അതായത് ഹെഡ്, ട്രങ്ക് റീജിയൻസ് എന്നൊക്കെ പറയുന്നത് അത്ര മാസീവ് ഒന്നും ആയിരിക്കത്തില്ല. ഇതിൻ്റെ വളരെ സ്ലെൻഡർ ആയിട്ടുള്ള അപ്പൻഡേജസ് ആണ് ഏറ്റവും വലിയ പ്രത്യേകത. വലിയ സൈസൊന്നുമില്ല. ഏകദേശം അതിൻ്റെ ബോഡി വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 11 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്റർ ഒക്കെയാണ് വരുന്നത്. പ്രിഡേറ്റർ ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ്, കാർണിവോറസ് ആയിട്ടുള്ള ഓർഗാനിസമാണ്. അപ്പോൾ ഇതാണ് ചെലിസിറേറ്റ എന്ന് പറയുന്ന സബ് ഫൈലത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ. 3 ക്ലാസ്സസ് ആണ് വരുന്നത്: മീറോസ്റ്റൊമേറ്റ, അരാക്കിനിഡ, ദെൻ പിക്നോകോണിഡ. ഓരോന്നിനകത്തും എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മീറോസ്റ്റൊമേറ്റയ്ക്കകത്ത് ലിമുലസ്, ദെൻ അരാക്കിനിഡയ്ക്കകത്ത് സ്പൈഡേഴ്സ്, ദെൻ പിക്നോകോണിഡയ്ക്കകത്ത് നിംഫൺ.